നല്ല മരം നല്ല ഫലം പുറപ്പെടുവിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ വചനത്തെ ഗ്രഹിച്ച് അതുപോലെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും. ഇത് ആത്മാവിലറിയാം. ചില വാതിലുകളെ അടയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആരും കണ്ണുനീര് നോക്കണ്ട, പുതുവഴി ദൈവം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. ചില വാതിലുകളൊക്കെ ഈ നാളുകളിൽ അടയപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു ദൈവിക അത്ഭുതത്തിലേക്ക് മാറുക. അവ എല്ലാത്തിനുമായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ചായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടതിനാലും കർത്താവിന്റെ ജീവനുള്ള വചനത്തെ ഒരിക്കൽ കൂടെ കർത്താവ് ഈ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് വചനത്തെ വേർപെടുത്തട്ടെ. ജനത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് നിന്ന് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ പ്രാപ്തിയോ മനുഷ്യന്റെ കഴിവോ മനുഷ്യന്റെ കൃപയോ അല്ല, ദൈവം തന്റെ വചനത്തെ ജനത്തിന്റെ മധ്യത്തിലേക്ക് അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്ന ദൈവവചനം പറയുന്നത്. വചനം അയച്ചു അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ഇന്ന് പകലിൽ ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകലിലും അങ്ങനെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന ജനത്തിന് അതൊരു അത്ഭുതമായി മാറട്ടെ. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിന്റെ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ കൃപയ്ക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തല്ല, ഞാൻ വെള്ളിയാഴ്ച തുടങ്ങി വെച്ചിരുന്നതായിരുന്നു, നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു കാരാഗ്രഹമുണ്ട്. ഒരു കാരാഗ്രഹമുണ്ട്. ഈ കാരാഗ്രഹത്തിന്റെ പുറത്തേക്ക് വരണമെങ്കിൽ മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. പല മനുഷ്യന്റെ പല ജീവിതത്തിനകത്ത് ചില കാരാഗ്രഹങ്ങളുണ്ട്. ചില രോഗങ്ങൾ പിടിക്കപ്പെട്ടാൽ ഞാനതിന് പറഞ്ഞ് നിങ്ങളിലേക്ക് കടന്നു വരാം, എന്നാലും നിങ്ങൾക്ക് പിടി കിട്ടത്തുള്ളൂ. ചില രോഗങ്ങൾ പിടിക്കപ്പെട്ടു പോയാൽ ഒരു കാരാഗ്രഹമാണ്. നമ്മുടെ മുൻപിൽ എല്ലാം ഉണ്ടെങ്കിലും ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്നതേലും ഒരു ചെന്ന ഒരു മധുരമുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ കാണിക്കും, തുടരല്ലേ, അതെടുക്കാൻ പാടില്ല, അത് അനുവദിച്ചിട്ടില്ല. അതിനെ കാരാഗ്രഹമെന്ന് പറയും. ചില പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴും ഇതുപോലെ തന്നെ ചില കാരാഗ്രഹ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരപ്പെടും. ഇതിനെ ജയിക്കുവാനുള്ള കൃപ ഈ കാരാഗ്രഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ, രോഗത്തിന്റെ അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരുവനെ പറ്റുള്ളൂ, അത് കർത്താവിനെ പറ്റുള്ളൂ. കാരണം അവന്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് വിഷയത്തിന്റെ മുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ അത്രയും നമ്മൾ ഇന്ന് പകലിൽ ആരാധിക്കുന്നു. ഇന്ന് പകലിൽ ഇത്ര ഒരു വിശ്വാസത്തോടെ ഇരിക്കുന്നു. അവൻ ഉന്നതനും മഹോന്നതനുമായവനാ. അവൻ തേജസ്സിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇരുൾ അവനിൽ ഒട്ടുമില്ല. അവനിൽ വസിക്കുന്നവനിൽ ഇരുള് ഒട്ടുമില്ല. എത്ര പേര് ആമേൻ പറയുന്നു? ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ഇരുള് ഒട്ടും തന്നെയില്ല. ഇന്ന് പകലിൽ പറയണം, ആ ഇരുള് നമുക്കിനി എന്ത് ചെയ്യണ്ട, വേണ്ട. ഈ ഇരുള് മാറണമെങ്കിൽ എന്തിലേക്ക് വരണം? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി മാറണം. ക്രിസ്തുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഉള്ളവരായി ഞാൻ മാറുമ്പോൾ ഞാൻ എവിടേക്ക് വരുന്നു? വെളിച്ചത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു പോരണം. പിടികിട്ടിയോ? നമ്മൾ ഗാലറിയിൽ നിന്ന് കാണുന്ന പോലെ കണ്ടു പോകല്ലേ. ആത്മാവിന്റെ നിറവിനകം ഞാൻ നല്ല പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലാണ് ഞാനിത് ഈ സഭാഹുള്ളത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വളരെ സാവധാനം പറഞ്ഞു പോകുന്നില്ല. കാരണം ക്രിസ്തുവിലേക്ക് ഒരുവൻ വരുമ്പോൾ എന്തു മാറി? ഇരുന്ന് മാറുക. പഴയ ഇരുളെല്ലാം മാറി വെളിച്ചത്തിലേക്ക് ഞാൻ വരിക. ഞാൻ ഒരാളുടെ വസ്തു അല്ലെങ്കിൽ ഏറെ നന്മ മോഷ്ടിക്കുന്ന എപ്പോഴാണ്? ഇരുളില്ല. ഞാൻ വെളിച്ചത്തിൽ എന്ത് ചെയ്യത്തില്ല. എന്റെ കൂടെ നിങ്ങളില്ലേ? അടുത്തുള്ള ഒരാളെ പറമ്പിൽ കിടക്കുന്ന തേങ്ങ കണ്ടു കഴിഞ്ഞെന്ന് പറയും, പിള്ളേർ പോയി എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ അന്നേരം പറയും, മക്കളെ ഇപ്പം പോകണ്ട,
ഒന്ന് സന്ധ്യയാകട്ടെ. എടുത്തിട്ടുള്ളവരൊക്കെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സന്ധ്യയാകട്ടെ എന്ന് പറയും. കാരണം എന്നാ? ഇരുളിനകത്ത് ആരും കാണാൻ പാടില്ല. അപ്പൊ ആ ഇരുള് എന്നിൽ നിന്ന് മാറിയാൽ എന്നത് വന്നു കഴിഞ്ഞു, വെളിച്ചം വന്നു. അപ്പൊ ഞാൻ എവിടെ ആയി? വെളിച്ചത്തിൽ. ആ തേങ്ങ അവിടെ കിടന്ന് അവിടെ കിടക്കത്തേ ഉള്ളൂ, ഞാൻ അതിനെ എടുക്കത്തില്ല. കാരണം ആരുടെ ആത്മാവ്? സത്യത്തിന്റെ ആത്മാവ് എന്നിൽ വന്നു. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അടുത്ത തലത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുക. അവ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഇരുളിനകത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഇരുളിനകത്താണ് ആണെന്നോ അല്ലെന്നോ? ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇരുളിനകത്താണ്. ഇരുളിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഴുതി വെച്ചു ഒരു കാരാഗ്രഹത്തിലാണ്. വെളിച്ചത്തിൽ ആരും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു മറവുണ്ടെങ്കിൽ കാരാഗ്രഹമാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള അപ്പൊ ഈ ലോകത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? അനുരൂപപ്പെടരുത്. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടാൽ നമ്മൾ എവിടെ ചെന്നു? ഇതിൽ ചെന്നു. ലോകത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോ, ലോകത്തോട് പ്രശ്നങ്ങളിലേക്ക് പോകും. ഈ കഴിഞ്ഞ ദിവസം ഒരു നേതാവിന്റെ പ്രസംഗത്തിന്റെ ഒരു ചെറിയൊരു ഷോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അതൊരു വലിയൊരു കോൺഫറൻസ് ആയിരുന്നു. സഭയുടെ ഏതൊരു കോൺഫറൻസാണ്. അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ആ നേതാവ് പറയുക, മറ്റ് സമുദായങ്ങൾ പറഞ്ഞു, ക്രിസ്തീയ സമുദായം, ഹിന്ദു സമുദായം, മുസ്ലിം സമുദായം, ഇതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് ബെന്തിക്കോസിന്റെ കൂട്ടായ്മകളിൽ, ബെന്തിക്കോസുകാർക്ക്. പുള്ളി പറഞ്ഞ അതിനകത്ത് ബാക്കിയുള്ള 80% നിൽക്കുന്ന ചെറുപ്പക്കാരും വളരെ വഴിവിട്ട ജീവിതത്തിൽ നയിക്കുന്നവരാണ്, മദ്യപാനത്തിലും മറ്റുമൊക്കെ. എന്നാൽ ഇതിനകത്തൊരു 5% താഴെ ഉള്ളൂ ഇങ്ങനെയുള്ളത്. കാരണം ഈ ലോകത്തിൽ കൂടെ നടക്കുന്നത്, കാരണം അവരുടെ വീടുകളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ട്. അത് അവരുടെ പഠിപ്പിക്കലാണ്. അതുപോലുള്ള പഠിപ്പിക്കൽ ഉണ്ടാകണം എന്ന് ഞാൻ പറയാൻ കാരണമേ, ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ ദൈവസന്നിധി ഇവിടെ നിൽക്കുന്ന എന്തിനോട് നമ്മൾ അനുരൂപപ്പെടരുത് ഇവിടെ പറയുന്നു. ഈ ലോകത്തോട് നമ്മൾ എന്ത് ചെയ്ത് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണത. അപ്പൊ യേശുക്രിസ്തുവിലേക്ക് വരുക. യേശുക്രിസ്തുവിന്റെ ആത്മാവിലേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തുവിന് എന്തുണ്ട്? നന്മയുണ്ട്, പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടത് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം. ഈർച്ച, പിണക്കം, ഇതൊക്കെ വരും ഒരു തടവിലാണ്. നിങ്ങൾക്കൊരു വ്യക്തിയോട് വിരോധം, എനിക്ക് ഒത്തിരി പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയത്തിന് കുറവുണ്ട്. ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകത്തില്ല. പോകാത്തതിന്റെ കാരണം എന്നാ? ഒരു തടവുണ്ട് അവിടെ. നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടെ ജീവിക്കുന്നു? ഒരു കാരാഗ്രഹത്തിൽ ജീവിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപമാകാതെ നന്മയും. അയൽവക്കക്കാരൻ വീണപ്പം സ്വന്തം കർത്താവ് ഇന്നലത്തെ പ്രാർത്ഥന ഏറ്റുപോയി. അമ്പേ, ഞാൻ അവർക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ചേറ്റ് അവൻ വീണു. നിന്റെ നന്മയാണോ ലോകമാണോ ഇരിക്കുന്നത്? ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ അനുകാരികളായി മാറണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ, ആത്മാവ് നിങ്ങളെ ഉയർത്തണമെങ്കിൽ, പുതുവഴികൾ തുറക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അനുകാരികളാണ്. ദൈവഹിതം എന്ത് ചെയ്യണം? അതുകൊണ്ട് മനസ്സെന്ത് ചെയ്യണം? പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിന് നമ്മളിപ്പോ എവിടേക്ക് വന്നു? നമ്മൾ രക്ഷയിലേക്ക് വന്നു.
ക്രിസ്തുവിന്റെ അനുകാരിയായി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരാ. ഞാൻ 1-2 സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ട് കയറി വരും. എഫെസ് ലേഖനത്തിലേക്ക് വന്ന വേഗത്തില്. എഫെസ് ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. എഫെസ് ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. പൗലോസ് ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്രതബുദ്ധിക്ക് അനുസരിച്ച് നടക്കുന്നത് പോലെ. കണ്ടോ? നിങ്ങൾ ലോകക്കാര് നടക്കുന്നത് പോലെ നടക്കല്ലേ. എല്ലാത്തിനും എന്ത് വേണം? ഒരു ഡിസിപ്ലിൻ വേണം. വേഷം കെട്ടും എല്ലാം ആയിട്ട് നടക്കുക. എന്നാൽ ചോദിക്കും പറയും ഞാൻ പെന്തിക്കോസ്തുകാരനാണ്. ഈ ലോകത്തുള്ള സകല വേഷം കെട്ട് നടത്തിയേച്ച് പറയും ഞാൻ ആരാണ്? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇവിടെ ബാക്കി എന്താ പറഞ്ഞേ? ജാതികൾ തങ്ങളുടെ വ്രതബുദ്ധിക്ക് അനുസരിച്ച് നടക്കുന്ന പോലെ ഇനി നിങ്ങൾ നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അവര് നടക്കാൻ കാരണം എന്നാ? അവരുടെ ജീവിതത്തിനകത്തൊരു പ്രത്യാശയില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയണം, രക്ഷിക്കപ്പെട്ട ദൈവ കൃപയ്ക്കകത്ത് നിൽക്കുന്നവനറിയാം, ഒരു വാഗ്ദത്തം നിന്റെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. ദൈവം നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ഒരു വാഗ്ദത്തം നടത്തിയിട്ടുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ റിലീസ് ചെയ്ത് വരണമെങ്കിൽ ലോകത്തിന് അനുരൂപപ്പെട്ട് നടക്കണ്ടേ. പലപ്പോഴും ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനെല്ലാം പണ്ട് വചനം പറയുന്നത് വായി തീയുമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊച്ചുപിടി മരിച്ചോണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഇത് പകലിൽ നോക്കിക്കേ, വ്യക്തതയോടെ നിങ്ങൾ അകത്തും ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ആരെങ്കിലും പുറത്തൊരു ഇപ്പൊ ഉടനെ വേറെ ആരിലേക്കും പോട്ടെ, എല്ലാലേക്കും ഞാൻ ആ കവലയിൽ നിന്നോണ്ട് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരി പേര് നോക്കത്തില്ല. ഒരാൾ വന്നിട്ട് ചോദിക്കും, ബ്രദറെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവരല്ലെന്ന് ആർക്കറിയാം? അവർക്കറിയാം. അതുകൊണ്ട് പറയുന്നു, ജാതികളെ പോലെ നിങ്ങൾ ആയിത്തീരല്ലേ. വിശ്വാസത്തിൽ നിൽക്കുന്നവൻ ലോകക്കാരെ പോലെ ആയിത്തീരല്ലേ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവ് അവിടെ പറയുന്ന വാക്കിൽ അവർ അന്ധബുദ്ധികളെ അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യ നിമിത്തം അവരങ്ങനെ ആയിരിക്കുക. പക്ഷെ നിങ്ങൾ അവരെ പോലെ ആകല്ല് എന്ന് പറഞ്ഞിരിക്കുക. കാരണം റോമലേഖനം 12:2 എന്നാ പറഞ്ഞേ? ലോകത്തിന് അനുരൂപമകല്ല്. കണ്ടോ? ലോകക്കാര് കാണിക്കുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടവൻ കാണിക്കല്ല്. ലോകക്കാര് കാണിക്കുന്ന വേഷം കെട്ടൊന്നും രക്ഷിക്കപ്പെട്ടവൻ കാണിക്കല്ല്. അവൻ ആരെ അനുരൂപപ്പെട്ട് നടക്കാൻ പാടുള്ളൂ? നീ ആരുടെ പ്രതിമയായി തീർന്നു? ക്രിസ്തുവിന്റെ പ്രതിമയായി തീർന്നവനാ. ക്രിസ്തുവിന്റെ തേജസ് ആര് വഹിക്കുന്നു? കാണുന്നിടത്തെല്ലാം പോയി ആവശ്യമില്ലാത്തതെല്ലാം തലയിട്ട്, ആവശ്യമില്ലാത്ത വഴക്കും മക്കാണോ എല്ലാം പിടിച്ച്, വേണ്ടാത്ത കൂട്ടുകെട്ടിനകത്തെല്ലാം പോയി കയറി. പിടികിട്ടുന്നുണ്ടോ? ഒരു അനുഗ്രഹത്തെ തടയപ്പെട്ടു പോകുന്നത് ലോകത്തോടുള്ള അനുരൂപപ്പെട്ട ജീവിതമാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെ പ്രതിമ ധരിച്ചവൻ ജാതികളുടെ ഇടയിൽ ഒരു സാക്ഷ്യമുള്ളവനായി മാറണം. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവ വഴി നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അനുഗ്രഹം വരത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞ ലോകത്തിന് അനുരൂപം നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിത ഇന്നറിഞ്ഞ് എന്നത് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടാൻ. ഞാൻ പോകുന്ന വഴി തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വഴി ഞാൻ തിരിച്ചു നടക്കണം. അവിടെയാ ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ലൂക്കോസിന്റെ 15 എടുക്കണം. ലൂക്കോസിന്റെ 15 മുടിയപുത്രം പോയി, അപ്പന്റെ ഭവനം വിട്ടുപോയി, നടക്കാവുന്ന വഴി മുഴുവൻ നടന്നു, ലോകത്തിൽ മുഴുവൻ നടന്നു. അവസാനം അവന് മനസ്സിലായി നടക്കുന്ന വഴി
തെറ്റായ ലോകത്തോട് അനുരൂപപ്പെടാനല്ല, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഞാൻ മടങ്ങി വരണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അപ്പാ സ്വർഗത്തോടും അങ്ങയോട് ഞാൻ പാപം ചെയ്തു, മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനല്ല, ഇനിയും മേലിൽ ഞാൻ ആ വഴി നടക്കത്തില്ല. മടങ്ങി അപ്പന്റെ ഭവനത്തിലേക്ക് വന്നു. അപ്പന്റെ ഭവനത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ലെങ്കിൽ ലോകത്തോട് അനുരൂപപ്പെടുവാനല്ല സ്വർഗം പഠിച്ചത്. അതിനിവിടെ പറയുന്നു, മനസ്സുബുദ്ധിക്ക് എന്ത് ചെയ്യണം? രൂപാന്തരം ഉണ്ടാകണം. നീ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ, ലോകത്തോട് നീ അനുരൂപപ്പെടുന്നില്ലെങ്കിൽ, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരും. എത്ര ലോകത്തോട് കോംപ്രമൈസും ചെയ്ത് എല്ലാത്തിനകത്ത് കൈവിട്ട് കാലുവിട്ട് ഇളക്കിക്കൊണ്ട് നടന്നിട്ട് എന്റെ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിനകത്ത് രക്ഷ വരത്തില്ല. രക്ഷ വരണമെങ്കിൽ എന്നിരിക്കണം, നീ വെളിച്ചത്തിൽ തന്നെ വസിക്കപ്പെടണം. അവൻ സങ്കീർത്തനം 84-ാം അധ്യായം 11-ാമത്തെ വാക്യം, 84-ാം അധ്യായം 11-ാമത്തെ വാക്യം അടിവരയിട്ട് സൂക്ഷിക്കുന്ന വാക്യം വായിച്ചു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാവുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്നു. ഒന്നുകൂടെ വായിച്ചു അവിടെ. യഹോവയായ ദൈവം, യഹോവയായ ദൈവം സൂര്യനും പരിചയമാവുന്നു, യഹോവയായ ദൈവം വെളിച്ചമാകുന്നു, യഹോവ കൃപയും മഹത്വവും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും, യഹോവ കൃപയാകുന്നു, യഹോവ മഹത്വമാകുന്നു. നേരോടെ നടക്കുന്നവർ എവിടെ? ലോകത്തിന് അനുരൂപപ്പെടുന്നവർക്ക് വേണ്ടി അല്ല ദൈവം പറയുന്നേ. ലോകത്തോട് അനുരൂപപ്പെടുന്നവൻ ഇപ്പോഴും പറഞ്ഞു അവനൊരു തടവറയില്ല, ഒരു കാരാഗ്രഹം അവന്റെ മേലുണ്ട്. ദൈവ സന്നിധിയിൽ ഒരുവൻ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തണം. ലോകം പറയും നീ ശരിയല്ലെന്ന്, ലോകം പറയണ്ട, ദൈവം പറയും നീ ശരിയാണ്. ലോകം നോക്കിയിട്ട് പറയും അവനൊരു അഹങ്കാരിയാന്ന് പറയും. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞേ. അങ്ങനെ കേട്ട് കൃപാവരുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ അഹങ്കാരി എന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കാനൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യത്തിൽ പിന്നീട് ആ മനുഷ്യനെ വിളിച്ചോണ്ട് പോയി. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്ന മകൻ സൗദിയിലെ ജയിലിൽ കിടന്ന ചെറുക്കന് വേണ്ടി പ്രാർത്ഥിച്ചവനെ പുറത്തു വന്നു. അതവിടെ നിൽക്കട്ടെ. ഞാനിത് പറഞ്ഞു കൊണ്ടുവന്നതിന്റെ കാരണം, നീ നിൽക്കുന്ന ലോകത്തോട് അനുരൂപപ്പെട്ടാ നിൽക്കുന്നെങ്കിൽ എത്ര വർഷങ്ങൾ നിന്നാൽ ഒരു അനുഗ്രഹത്തിലേക്ക് വരത്തില്ല. ഇവിടെ ബൈബിൾ പറയുക, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിന്റെ മുകളിൽ ഭാരപ്പെട്ടാലും, എത്ര വലിയ പ്രതികൂലത്തിൽ കൂടെ പോയാലും, നിങ്ങൾ ഉടഞ്ഞു പോകും നാട്ടുകാർ പറഞ്ഞാലും, നിന്റെ തലമുറ നശിച്ചു പോകുമെന്ന് പറഞ്ഞാലും, അവരുടെ മധ്യത്തിൽ നിന്നെയും നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് വിചിന്തനം ചെയ്യണം. ഞാൻ നടക്കുന്ന നേരോടെ ആണെങ്കിൽ ഇന്ന് ഇതെവിടെ വെളിപ്പെടുത്തണം? ജാതികളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തണം. അവൻ ലോകത്തിന്റെ മുന്നേ വെളിപ്പെടുത്തണം. ഞാൻ കൃപയുള്ളവരാണ് ലോകത്തിന്റെ മുന്നേ വെളിപ്പെടുത്തണം. ഞാൻ ദൈവ മകനാന്ന് വെളിപ്പെടുത്തണം. അവൻ ജാതികളെ പോലെ നിങ്ങൾ നടക്കരുത്, ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോ ഇവിടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ പ്രതിമയാണ്, അവൻ അനുരൂപപ്പെട്ട് ചേർക്ക നന്മയും പ്രസാദവുമുള്ള എന്നിലുണ്ടെന്ന് പറയത്തക്ക രീതി ഞാൻ എന്നിൽ ഇരുളൊട്ടുമില്ല, യേശുവിൽ ഇരുളൊട്ടുമില്ലെങ്കിൽ എന്നിലും ഇരുളൊട്ടുമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് മാറി അവനെ ആരാധിക്കുന്നവനാണെങ്കിൽ, അവന് മഹത്വം കൊടുക്കുന്നവനാണെങ്കിൽ, ഇവിടെ ബൈബിൾ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനെ തലമുറയ്ക്കും. ഇന്ന് പകലറിഞ്ഞോ, നിനക്കുള്ള നന്മ സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്ഷത്തിലുണ്ട്. നിനക്കുള്ള വഴി സ്വർഗത്തിലെ ദൈവം അവരെ തുറക്കും. എത്ര പേർ ലോകത്തെ ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനെ അധ്യാപന വീടേണ്ടത് വീടാൻ റെഡിയാണെങ്കിൽ അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങും. പിന്മഴയും മുൻമഴയും തന്ന് ദൈവം നിന്നെ മാനിക്കണമെങ്കിൽ, ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ ജാതികളെ പോലെ നടക്കുന്നവരെ അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, ലോകത്തോട് അനുരൂപപ്പെടുന്നവരെ അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ഇതുപോലെ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമി ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്നവൻ ഇന്ന് പകൽക്കാലം പറഞ്ഞു, എത്ര വലിയ സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നാലും
ദൈവം അവനുള്ള വഴികളെ തുറന്നു തരുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ദൈവസഭയ്ക്കകത്ത് വന്ന് ആരാധനയൊക്കെ കഴിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ നിൽക്കുന്ന വഴി, നടക്കുന്ന വഴി ഇന്ന് പകൽ വിചിന്തനം ചെയ്തോളാം. ഹല്ലേലൂയ. നിന്റെ കണക്ക് കൂട്ടുകെട്ടുകൾ മറ്റുള്ളവരുടെ മന്നത്ത് പറയാൻ പറ്റുമോ? മറ്റുള്ളവരുടെ മധ്യത്തിൽ പറയാൻ പറ്റുമോ? ക്രിസ്തുവിന്റെ സാക്ഷ്യമായിട്ട് നിൽക്കുന്ന, കർത്താവിൽ വരുന്നതിന് മുമ്പ് എത്രയോ കൂട്ടുകെട്ടിക്കൂടെ ദേശത്ത് നടന്നവ ഞാന്. ഇന്ന് ദേശക്കാരുടെ മുന്നിൽ ഒരു സാക്ഷ്യത്തോടെ നിൽക്കുന്നെങ്കിൽ അത് കൃപയെന്ന് പറയും. ഇന്ന് പകൽ അറിഞ്ഞു, ചിലത് വിടുന്നതിനെ വിട്ടാലേ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. ചില കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത്, അതുകൊണ്ട് പറഞ്ഞ ജാതികളെ പോലെ, അതുകൊണ്ട് പറഞ്ഞ ഇണയില്ല പിണ കൂടരെന്ന് പറഞ്ഞ് ജാതികളുടെ കൂടെ അവിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നതിന്റെ കാരണം. അപ്പൊ നമ്മുടെ അനുഗ്രഹത്തെ ആര് തടയുന്നു? നമ്മളെ ഇരുൾ തടയുന്നുണ്ടെങ്കിൽ ഓർത്തു, നിന്റെ ജീവിതം ഒരു തടവറയാ, ഒരു കാരാഗ്രഹ ജീവിതം. വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഈ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരാൻ പറ്റുന്നില്ല. ഒരു സന്ധ്യയാമം നിന്റെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ദൈവകൃപയിലേക്ക് വരണം. ഇന്ന് പകൽ എത്ര പേരാകില്ല. അതുകൊണ്ട് പറയുന്നത് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ജീൻസ് ഇട്ടാലും ടീഷർട്ട് ഇട്ടാലും എന്ത് ചെയ്താലും എന്റെ കർത്താവ് നോക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാം ഊരി വെച്ചെന്ന് പറഞ്ഞിട്ട് കർത്താവിന് വലിയ കാര്യമില്ല. ഊരി വെച്ചവന് ഊരി വെച്ചു, ഊരി വെച്ചിട്ടേലൊന്നുമില്ല. പക്ഷെ നോക്കുന്ന ഒന്നുണ്ട്, അകമേ നോക്കുന്നവൻ, അകത്തെ മനുഷ്യനെ നോക്കുന്നവൻ, നിന്റെ ഹൃദയത്തെ നോക്കുന്നവൻ. ഒരു മാംസമായ ഹൃദയം എനിക്ക് നൽകണമെന്ന് പറയാം. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെയും വിചിന്തനങ്ങളെയും അവൻ നോക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അല്ലെങ്കിൽ പുറമെ കാണിക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞു, വെള്ളയടിച്ച കുഴിമാടകൾ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവപൈതലേ, ഇന്ന് പകലോ നിന്റെ ഈ ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ഗ്രാഫിനെ ദൈവം തമ്പുരാൻ മാറ്റുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയാം, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ പറയുന്ന ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവപൈതലാണെങ്കിൽ ഇന്ന് പകൽ എഴുതിക്കോ, നിനക്ക് വരാൻ പോകുന്ന കയറ്റം മാത്രമേ ഉള്ളൂ, ഉയർച്ച വരത്തില്ല. അവൻ ഉയർച്ച തന്നെ വന്നുകൊണ്ടിരിക്കും. നീ വാലല്ല തലയായി തീരും. നീ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനായി. നിന്റെ മാവിന്, നിന്റെ തൊട്ടിയിലെ മാവിന് കുറവ് വരാത്തവണ്ണം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറയണം, ഞാൻ നേരോടെ നടക്കുന്നവനാണോ എന്ന് പകൽക്കാലം ഒന്ന് വിചിന്തനം ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? ഇന്ന് പകൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. നിന്റെ ജീവിതത്തിനകത്ത് എവിടെയാണ് നിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുന്നത്? എവിടെയാണ് എന്ന് പറയുന്നത്? അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം പറയുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, നാം ഉയർച്ച പ്രാപിക്കാതിരിപ്പുണ്ടെങ്കിൽ, നന്മ വെളിപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, എവിടെയോ നീ ജാതികൾക്കോടുകൂടി ലോകത്തോട് നീ അനുരൂപപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ അതിൽ രൂപാന്തരം വരുത്തുവാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ എഴുതിയോ, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. റോമാലേഖനം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. റോമാലേഖനം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം അബ്രഹാം ദൈവത്തിന്റെ വാക്ക് പറയുക, വാഗ്ദത്തം ചെയ്തത് ആരാ? ദൈവ. അതിനെ നിവർത്തിക്കുവാൻ ശക്തനെന്ന് ആര് വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം ദൈവശബ്ദം കേട്ടു. അബ്രഹാം ദൈവത്തിന്റെ വഴിയിൽ നടന്നു. അബ്രഹാം എന്തിനെല്ലാം വിട്ടു? ചാർച്ചക്കാര്, പിതൃഭവനം, എല്ലാത്തിനും വിട്ടു. ചിലതിനെയൊക്കെ ഇന്ന് വിടാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വിട്ടോണം. ചിലതൊന്നും വിടാതിരിക്കുന്നത് നിന്റെ നന്മയ്ക്ക് തടസ്സമെങ്കിൽ ഇന്ന് വിടാൻ തയ്യാറായിക്കോണം. ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഈ പഴയ ജീവിതത്തിൽ ജീവിക്കാനല്ല, പുതിയൊരു ഐശ്വര്യമുള്ള ജീവിതത്തിൽ ജീവിപ്പാനാണ് ദൈവം വിളിച്ചത്. അബ്രഹാം വിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് തലമുറകളെ തരുമെന്ന്. വാഗ്ദത്തങ്ങളെ കൂടാരമായി ദൈവം തമ്പുരാൻ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ മേൽ അയച്ചു. അബ്രഹാം വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു.
വിശ്വസിച്ച അബ്രഹാം എന്ത് ചെയ്തു? ചിലതിനെയെല്ലാം വിട്ടു. എന്തിനാ വിട്ടേ? ചാർച്ചക്കാരെ വിട്ടു, ബ്രദർഭവനം വിട്ടു. ദൈവം വിളിച്ചിടത്തേക്ക് അബ്രഹാം വന്നു. ഇന്ന് ദൈവം വിളിച്ചിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പുറകോട്ടം തിരിഞ്ഞു നോക്കിക്കോണം. മനസ്സ് ഒന്നിക്ക് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോഴും ചില കോംപ്രമൈസുകളിൽ കൂടെ പോകുന്നുണ്ടോ? ഇപ്പോഴും പഴയ വഴികളിൽ കൂടെ നടക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പറഞ്ഞ വിട്ടത് വിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. എത്ര പേര് പറഞ്ഞ ഏറ്റെടുക്കുക. നിന്നെ ദൈവം ഉപയോഗിക്കുമെന്നോ, ദേശത്ത് നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവം നമ്പരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ചില കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ പറഞ്ഞു നീ ലജ്ജിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ കാണുന്ന ഏറ്റവും നല്ല ദൈവശക്തി എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ തലമുറയായ ഇസഹാക്കിന് വിവാഹത്തിന്റെ സമയമായപ്പോ ചാർച്ചക്കാർ ഇടയിലേക്ക് തമ്പുരാനെന്ന് പറഞ്ഞു വിട്ട് വിവാഹം ആലോചിക്കാൻ. കാരണം എന്നറിയോ? ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് സ്വർഗം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നീ ജാതികളുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കപ്പെടണമെങ്കിൽ നീ ഒരു അനുഗ്രഹമാകണമെന്ന് വരും. ചിലതിനെ വിട്ടിറങ്ങിയ മതിയാകത്തുള്ളൂ. ഇവിടെ അബ്രഹാം പറയുന്നത് എനിക്ക് കിട്ടിയ വാഗ്ദത്തം. അതിനെ പറയുന്നു അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവശക്തിയിലേക്ക് വന്നപ്പോ ചിലതിനെയെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാമിന് ഈ അനുഗ്രഹം വരുവാൻ കാരണം, ഞാൻ നിന്റെ പരിചയം പലകയുമെന്ന് അബ്രഹാമിനോട് പറയുവാൻ കാരണം, സങ്കീർത്തനം 84:11 തന്നെയാണ്. 84:11 ഒന്നുകൂടെ എടുത്തേ. ഇവിടെ പറഞ്ഞു യഹോവ ദൈവം സൂര്യനും പരിചയമാണ്. അബ്രഹാമിനോട് പറയുന്നുണ്ടോ? അബ്രഹാമേ ഞാൻ നിന്റെ പരിചയമാവുന്നു. ഇവിടെ നോക്കിക്കേ, ദൈവം പറയുന്നു, യഹോവ ദൈവം പറയുന്നു സൂര്യനും പരിചയമാവുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. അവിടെ കിടപ്പുണ്ട്. എന്താണ്? അബ്രഹാം ദൈവശബ്ദം കേട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം പറഞ്ഞതിനെ അനുസരിച്ചപ്പോ നേരോടെ അബ്രഹാം നടന്നപ്പോ അബ്രഹാമിന്റെ തലമുറയ്ക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് ദൈവസഭയ്ക്കത്തിരിക്കുന്ന ദൈവം നീ നടക്കേണ്ട വഴി നടക്കാൻ റെഡിയാണെങ്കിൽ സ്വർഗം നിന്നെയും നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇവിടെ പറഞ്ഞു നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എത്ര പേര് പറയുന്നുണ്ട്? എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ധൈര്യത്തോടെ ഈ ദൈവസഭയ്ക്കകത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ? ദൈവസഭയ്ക്കകത്ത് നിന്നോണ്ട് പറയാൻ പറ്റുമോ? ഒരു നന്മയ്ക്കും എനിക്ക് കുറവ് വരത്തില്ല. എന്റെ നടപ്പ് നേരോടെ നടക്കുന്നതാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആർക്കും കൈവെക്കാൻ പറ്റാത്തതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നടപ്പ് നടത്തി തിരിഞ്ഞ് നടക്കണം, അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞു എങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ? നേരോടെ നടക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ. കാരണം സ്വർഗത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ വരുമ്പോ, സ്വർഗത്തിലെ ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഏറ്റവും ബൈബിളിന്റെ ഈടുറ്റ വാക്കാലാണ് ഈ പറയുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ യേശുവിനോടുകൂടെ സകലവും ആരുടെ കൂടെ വേണം? അനുഗ്രഹം വേണമെങ്കിൽ അവനോടുകൂടെ യേശുവിനോടുകൂടെ സകലവും നൽകി തരാകാതിരിക്കുമെന്ന് ചോദിച്ചേ. യേശുവിൽ ഇരുളൊട്ടുമില്ലാത്തതുപോലെ നിങ്ങളിൽ വെളിച്ചത്തിൽ വസിക്കുന്നവരിൽ അവനും നീയും തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു നിനക്കുള്ള നന്മ താമസിക്കാതെ വന്നു ചേരും.
ഹല്ലേലൂയ. ഇന്ന് പകരം എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? എത്ര വലിയ അടയപ്പെട്ട വാതിലും നിന്റെ മുന്നിൽ തുറക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. ആമേൻ. നീ നടക്കുന്ന വഴി വിശ്വസ്തത, മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു ദൈവത്തിന്റെ വലിയ പദ്ധതി വെളിപ്പെടും. അതുകൊണ്ട് പറയുന്നു റോമാലേഖനം 8:32, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നിനക്ക് നല്ല ജോലി നൽകാതിരിക്കുമോ? നല്ല വീട് നൽകാതിരിക്കുമോ? നിന്റെ ആവശ്യങ്ങൾ ദൈവം നടത്താതിരിക്കുമോ? ഏറ്റവും വലിയ സ്വർഗത്തിന്റെ നന്മ എന്ന് പറയുന്നത് ക്രിസ്തുവാ. ആ യേശുവിനെ എനിക്ക് വേണ്ടി നൽകി തരാമെങ്കിൽ അവനോടുകൂടെ സകലവും നമുക്ക് നൽകി തരാതിരിക്കുമോ? ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? നന്മ എനിക്ക് ലഭിക്കപ്പെടുമെന്ന്, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആമേൻ. ഞാൻ നടക്കുന്നത് നേരോടെ എന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. നീ നടക്കുന്ന വഴി ആമേൻ മുഖങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടാതെ, റോമാലേഖനം 12:2 പറഞ്ഞ പോലെ ലോകത്തോട് അനുരൂപപ്പെടാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ, ദൈവ വഴി നിന്നാൽ ഇന്ന് പകലറിഞ്ഞു നിന്റെ കാരാഗ്രഹത്തെ ദൈവം തമ്മിൽ മാറ്റും. ഹല്ലേലൂയ. നിന്റെ ഇന്ന് പകൽ അതൊരു സൗഖ്യത്തിന്റെ ആണെങ്കിൽ, ഒരു കടഭാരത്തിന്റെ ആണെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധിയുടെ ആണെങ്കിൽ, അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിന്റെ കാരാഗ്രഹത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ നൽകി തരാമെങ്കിൽ ആമേൻ അവനോടുകൂടി സകലവും നൽകി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലത്ത് ആമേൻ നീ നടക്കുന്ന വഴി, ഇന്ന് പകലോർത്തോണം, നീ നടക്കുന്ന വഴി ആമേൻ നിനക്ക് ഇഷ്ടമുള്ള ബോധിച്ച വഴിക്ക് നടക്കുന്നെങ്കിൽ ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് വരത്തില്ല. ആമേൻ ഇന്ന് പകൽക്കാലം പറയണം, നീ നടക്കുന്ന വഴി ദൈവത്തിന്റെ വഴിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു ഒരു നന്മയ്ക്കും ഒരു കുറവും വരാതെ സ്വർഗത്തിന്റെ ദൈവം നിന്നെ കാക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് ലേഖനം 5:16 വാക്യം പറയുക, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ നമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കേട്ടോ സൗഖ്യം വെളിപ്പെടുവാൻ ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറയുക. യാക്കോബ് ലേഖനം 5:16 വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ. അപ്പൊ പാപം ഒരു കാരാഗ്രഹമാണ്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? പാപം ഒരു കാരാഗ്രഹമാണ്. യേശു ക്രിസ്തു പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കാൻ നീ കിടക്കയെടുത്ത് നടക്ക. ഇന്നലെ വരെ നടക്കാനവൻ ഇന്ന് നടക്കുവാൻ കാരണം അവന്റെ പാപങ്ങളെ ക്ഷമിച്ചത്. അപ്പൊ പാപം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ്. അനുഗ്രഹത്തെ തടയപ്പെടുന്നത് പാപമാണെങ്കിൽ, ആ പാപത്തിൽ നിന്ന് ഒരുവൻ പുറത്തു വരുവാണെങ്കിൽ, ഇതിവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ, ആമേൻ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്നിട്ട് പറയാ ഒരു വാക്കുകളെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കണ്ടോ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കും. നീതിമാന് ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തും. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഉയർത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ നടന്നേ മതിയാകത്തുള്ളൂ. ഞാൻ ഈ മെസ്സേജ് എടുത്തോണ്ട് തുടർമാനമായി കുറെ മെസ്സേജുകൾ വരാനിപ്പോണ്ട്. അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് എടുക്കുന്നതിന് കാരണം. ഒരു കൂട്ടം അനുഗ്രഹത്തിലേക്ക് പോകും, ഒരു കൂട്ടം അനുഗ്രഹിക്കപ്പെടാതിരുന്നിട്ട് ബ്രദറെ ഞാൻ അനുഗ്രഹിക്കപ്പെടാതെ പെട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഇവിടെ പറഞ്ഞത്. ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപപ്പെടരുത്. ജാതികൾ വൃത്തബുദ്ധി നടക്കുന്ന പോലെ നിങ്ങൾ നടക്കല്ലത്.
അവര് കാട്ടിക്കൂട്ടുന്നതും അവര് കാണിക്കുന്നതും കണ്ട എല്ലായിടത്തും എല്ലാ ഇടപാടിനകത്ത് നിങ്ങൾ പോകുമ്പോ ദൈവപ്രസാദത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തില്ല. ഇവിടെ പറഞ്ഞു അവൻ നിങ്ങൾ രോഗശാന്തി വരേണ്ട തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ വലിക്കും. പ്രാർത്ഥനയുടെ പ്രതിഫലം നീതിയോടെ ജീവിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തു. നീ നീതിയോടെ ജീവിക്കുന്നവരിൽ, വിശ്വസ്തയോടെ നീക്കുന്നവരിൽ നിനക്ക് ഒരു കുറവും വരത്തില്ല. ഇല്ലെങ്കിൽ ആ നീതിയിലല്ലെങ്കിൽ നീ എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും തലവെക്കി വെക്കാനേ ഉള്ളവൾ ഉപയോഗപ്പെടത്തില്ല. നീതിയോടെ ജീവിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരാതെ സ്വർഗത്തിലെ ദൈവം കാണിക്കും. നീ ദൈവസഭയെ മറച്ചു വെക്കാൻ പറ്റും, ദൈവദാസനെ മറച്ചു വെക്കാൻ പറ്റും. മറച്ചു വെക്കാൻ വരാത്ത ഒരുവൻ മുകളിൽ നിൽപ്പുണ്ട്. ആകാശത്തെയും ഭൂമിയെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവൻ, സൂര്യനെ ചന്ദ്രനെ യഥാസ്ഥാനത്ത് നിർത്തി ഒരുവൻ അവിടെ നിൽപ്പുണ്ട്. അവന്റെ കണ്ണത്തിന്റെ നീതിമാന്മാരുടെ ചുറ്റും നടക്കുന്ന കണ്ണ മറച്ചു വെക്കാൻ പലതും നിന്റെ ജീവിതത്തിൽ കാണാം. മറയ്ക്കാൻ മേലാത്ത ഒരുവന്റെ കണ്ണ് ആകാശത്തിലുണ്ടെന്ന്, സ്വർഗത്തിലുണ്ടെന്ന് മറന്നു പോകല്ല കുഞ്ഞെ. നീ നടക്കുന്ന വഴിയെ അറിയുന്ന, നിന്റെ കിടപ്പിലെ, നിന്റെ ഇരിപ്പിലെ, നിന്റെ നടപ്പിലെ നല്ലവണ്ണം ശോധന ചെയ്യുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ആകാശത്തിന്റെ കീഴിൽ ഭയപ്പെടുവാൻ ഒരു നാമമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ നാമമാണ്. ഞാൻ ലോകത്തെ അല്ല ഭയപ്പെടുന്നത്, ലോകക്കാരെ അല്ല ഭയപ്പെടുന്നത്, ഞാൻ ഒരുവനെ ഭയപ്പെടുന്നുണ്ട്, അതെന്റെ യേശുവിനെയാ. എത്ര പേര് ആമേൻ പറയുന്നു? ലോകക്കാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? ലോകക്കാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? അല്ലെന്റെ വിഷയം. എന്റെ കർത്താവ് എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അതെന്റെ വിഷയമാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി വിളിച്ചു പറ, ഞാൻ നിൽക്കുന്നത് അവന്റെ കൃപയാണെന്ന് മാത്രമാ. ഇത് നടക്കുന്നത് അവന്റെ കൃപയാണെന്ന് മാത്രം. ഞാൻ യോഗ്യത കൊണ്ടല്ല, എന്നെ യോഗ്യനാക്കി ഒരു ദൈവമുള്ളത് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, എന്നെ യോഗ്യതയിലേക്ക് കൊണ്ടുവന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയാൻ തയ്യാറാകുന്നുണ്ട്? അതുകൊണ്ട് പറയുന്നു, ഇന്ന് പറയുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, നീ നീതിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് മുതൽ എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? അതുകൊണ്ട് പറഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്തിനു വേണ്ടി അറിയുമോ? നിന്റെ വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കണമെങ്കിൽ, നിന്റെ കഷ്ടതയ്ക്കകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ, കണ്ണുനീരിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയണം, നീതിമാന് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. എത്ര വലിയ കഷ്ടത നിന്റെ ജീവിതത്തിൽ വന്നാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളയാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പഴയ നിയമത്തിനകത്ത് യോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവനെ അവന്റെ ഭവനം തള്ളിക്കളഞ്ഞു. ഇന്ന് പകൽക്കാലം പറഞ്ഞൊരു കാരാഗ്രഹം വരികയാ. ഭവനത്തിനകത്ത് വസിക്കുന്ന വരികിലും അവൻ യോസഫ് താമസിക്കുന്ന ഒരു ഭവനത്തിനകത്ത് സഹോദരന്മാരെ കണ്ടാൽ മിണ്ടത്തില്ല. ഒരു കാരാഗ്രഹവാസമാ. അവൻ ആ ഭവനത്തിനകത്ത് വസിക്കുന്ന വരികിൽ അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയാണ്. അവനെ കണ്ട മിണ്ടത്തില്ല. അവൻ ആ ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. അവനൊരു കാരാഗ്രഹത്തിന്റെ വാസത്തിനകത്ത് നിൽക്കുന്നു. അവനെ പൊട്ടക്കിടത്തിയ സഹോദരന്മാരെ തള്ളിക്കളയുന്നു. അവനൊരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്ത് പോകുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത പൊട്ടക്കിണർ അവിടെ നിന്ന് വരുന്നു. അവൻ അടിമപ്പാളയത്തിൽ വരുമ്പോ അതിനൊരു യജമാനൻ വരുന്നു. അവന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല, അവന്റെ ഹിതത്തിൽ നടക്കാൻ പറ്റത്തില്ല. അവിടെ അവനെ ചാപ്പ കുത്തി നിർത്തിയിരിക്കുക. അവിടെ നിന്ന് പോയി പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ പോകുന്നു. അവിടെയും അവൻ അടിമയായി പോകുന്നു. അമ്മയും ഇന്ന് പകൽക്കാലം പറഞ്ഞോളാം, നീതിയോടെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ആമി പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ആമി അവിടെ നോക്കിയ പൊത്തിപ്പേറിന്റെ ഭവനത്തിന് ശേഷം അവനെ കൊണ്ട് കാരാഗ്രഹത്തിൽ അടയപ്പെടുന്നു. കാരാഗ്രഹത്തിനകത്ത് അവനെ കൊണ്ട് അവനെ കൊണ്ട് അവിടെ ആക്കി കഴിഞ്ഞു. കാരാഗ്രഹത്തിനകത്ത് അവനെ കൊണ്ട് ആക്കി കഴിയുമ്പോ ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഒരു യോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ന് പകൽക്കാലം അറിയ ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്ത് ചെയ്യുന്നു. വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 40-ാം അധ്യായം, അതിന്റെ 40-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. അവനെ അകപ്പെടുനായകന്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി. അവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. അപ്പൊ യോസേഫ് എവിടാ നിൽക്കുന്നേ? കാരാഗ്രഹത്തില. യോസേഫ് ആരാന്ന് പറയുന്നു? നീതിമാൻ ആണേ. സങ്കീർത്തന പുസ്തകം വായിച്ചു പറഞ്ഞു, നീതിമാന് ഒരു നന്മയ്ക്കും. എന്നിട്ട് ചോദിച്ച യോസേഫ് ഇപ്പൊ എവിടാ കിടക്കുന്നേ?
ഇപ്പൊ യോസേപ്പ് നീതിമാനാ, പക്ഷെ യോസേപ്പ് ഇത് കിടക്കുന്ന എവിടെയാ? ഇവിടെ പറയുന്നു അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസേപ്പ് ബദ്ധനായി കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. യോസേപ്പ് പോയി വീണിരിക്കുന്ന കിടക്കുന്ന സ്ഥലം എവിടെയാ? ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഏത് അവസ്ഥക്കകത്താ? കാരാഗ്രഹത്തിന്റെ അവസ്ഥക്കകത്താ. 4-ാമത്തെ വാക്യം വായിച്ചേ. അവരെ യോസേപ്പിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവർ കുറെ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവന്റെ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളർത്തു പൂത്ത് കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു. പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാവുന്നു, 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണം. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണം. കാരണം പുള്ളി എവിടെ താമസിക്കുന്നേ? ഒരു വീട്ടിലാ, പക്ഷെ അനുഭവം എന്നതാ. ഇന്ന് പകൽ നിങ്ങൾ അകത്തോട് ചിന്തിച്ചു, ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിലും ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഇതിൽ നിന്നൊരു വിടുവിക്കപ്പെടണം, ഇതിൽ നിന്ന് പുറത്തു വരണം. പല നാളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ചില സ്വഭാവങ്ങൾ കാരാഗ്രഹത്തിന്റെ അവസ്ഥയാ. ചിലർ പറയും പുകവലിച്ചോണ്ടെന്ന് പറയും, ഈ പുകവലിയിൽ നിന്ന് എനിക്കൊന്ന് വിടുവിക്കപ്പെടണം. പല തീരുമാനങ്ങൾ എടുത്തു, പക്ഷെ അതൊരു കാരാഗ്രഹമാ, പിടിക്കപ്പെട്ടിരിക്കുക. ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞു, വിടുവിക്കുവാൻ ഒരുവന് പറ്റും, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്. യേശുവിന് അതിനെ സകലത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. സകല പാപത്തിൽ നിന്നും സകല ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. ഇവിടെ പറയുന്നു, യോസേഫ് നീതിമാനായിരുന്നു. യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ മുന്തിരിവാഹകൻ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവത്തിന് പറ്റും, എന്നോട് പറയുക, ഞാൻ വ്യാഖ്യാനിക്കാം. ആരും കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ വിളിച്ചു പറയണം, നിന്നോട് കൂടെ ദൈവം ഉണ്ടോ ഇല്ലെന്ന് ശോധന ചെയ്തു വേണം. ജോസഫ് ധൈര്യത്തോടെ പറയുന്നു, ഈ അനുഭവത്തിൽ കൂടെ ഒക്കെ ഞാൻ കടന്നുപോയാൽ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എത്ര പേര് ധൈര്യത്തോടെ വിളിച്ചു പറയണം, എത്ര പ്രതിസന്ധി കൂടെ ഞാൻ കടന്നുപോയാൽ, എത്ര കണ്ണുനീരിൽ കൂടെ ഞാൻ കടന്നുപോയാൽ, എത്ര നിന്നയിൽ കൂടെ ഞാൻ കടന്നുപോയാൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എന്നോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. എന്താ കർമ്മറിയുമോ, ഞാൻ ലോകത്തിന് അനുരൂപപ്പെടാത്തവനാണ്. ഞാൻ എത്ര വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്കിയേ, 14-ാമത്തെ വാക്യം പറയുക. 14-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ഒരു വാക്ക് നോക്കിയേ, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോ, നീ നാളെ ഈ പറഞ്ഞ പ്രവചനം വലിക്കുമ്പോ നീ വെളിയിലേക്ക് പോകും. നീ ശുഭമായിരിക്കുമ്പോ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനോട് എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമെന്ന് ഒന്ന് അപേക്ഷിക്കുക. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എത്ര പേരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാണും.
എത്ര പേരുണ്ട്? അവൻ എത്രയോ ആളുകൾ പ്രാർത്ഥിക്കാൻ വരും പറഞ്ഞ് ഈ സമയം ഒന്ന് ഓർത്തോണേ, നിങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഒന്ന് ഓർത്തോണേ. എത്രയോ പേര് കാല് കഴുകി കടന്നുപോയി. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു, അമ്മ മറക്കാത്ത ഒരു ദൈവം മുന്നിലുണ്ട്. എത്ര പേര് അമ്മ പറയുന്നുണ്ട്, നീ ചെയ്ത നന്മ, നീ ചെയ്ത നന്മ മറന്നുപോയവരുണ്ട്. മറക്കാത്ത ഒരു ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്ര പേര് അമ്മ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? യോസേഫിനെ നോക്കിക്കേ. യോസേഫ് പറഞ്ഞു, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിക്കും. ഞാനൊരു തെറ്റ് ചെയ്തവനല്ലെന്ന്, ഞാനൊരു പാപം ചെയ്തവനല്ലെന്ന് എന്നെ ഒന്ന് ബോധിപ്പിക്കണമെന്ന്, വീട്ടിൽ നിന്ന് ഇതിനകത്തുനിന്ന് ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് ഇന്ന് പകൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? എത്ര പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുക? ഇന്ന് ഈ പ്രതിസന്ധി എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇന്ന് പകലിൽ? ഹല്ലേലൂയ. ആയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്തൂന്ന്, ഈ പ്രതിസന്ധിക്കകത്തൂന്ന് എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഇന്ന് പകൽക്കാലം പറഞ്ഞു, അവൻ നീതിയോടെ ജീവിച്ചിട്ടും അവൻ നന്മയോടെ ജീവിച്ചിട്ടും അവന്റെ അനുഗ്രഹം വന്നിട്ടില്ലല്ലോ എന്ന് പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുന്നു. അവൻ പറയുക, നീ ശുഭമായിരിക്കുമ്പോ ഫറവോനോടൊന്ന് പറയണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. എത്ര പേര് പറയുന്നുണ്ട്? അനുഭവ കാരാഗ്രഹത്തിൻ്റെതാണെങ്കിൽ നിന്റെ നീതിയിൽ നീ നിൽക്കാൻ തയ്യാറാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി, അങ്ങനെയാവുന്നു ഇതൊക്കെ ഉളവായത്. ദൈവം പറയുന്നു, സകലത്തിന്റെ സൃഷ്ടാവ് ഞാനാണ്, എന്റെ കൈകളാലാണ് ഇതെല്ലാം ഉളവായത്. യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തെ വിറയ്ക്കുന്നവനുമായ ഇന്ന് പകലിൽ പറഞ്ഞു, ദൈവമക്കളെ, ദൈവം നിന്നെ വിടുവിക്കണമെങ്കിൽ ഈ വാക്യം നിനക്ക് മതി. ഇവിടെ പറയുന്ന വാക്ക് നോക്കിക്കേ, എന്റെ കൈ ഇതെല്ലാം ഉളവാക്കിയതാ. ദൈവം പറയും, ഞാനാ ഇതെല്ലാം സൃഷ്ടിച്ചത്, ഞാനാ ഇതെല്ലാം ഉളവാക്കിയത്, അവന്റെ വാക്കിനാൽ ഇതെല്ലാം ഉളവായി ഞാനാ ഉണ്ടാക്കിയത്. എന്നിട്ട് ദൈവം പറയുക, അരുളിച്ചെയ്യുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും കണ്ടോ, എന്റെ വചനത്തെ ഭയപ്പെടുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഹൃദയം തകർന്നവൻ, അരിഷ്ടനായിരിക്കുന്നവൻ. ഇന്ന് പകലിൽ നടക്കുന്ന വഴിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? നടന്ന വഴിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? ഇവിടെ പറയുന്നു, മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഇന്ന് പകൽ അറിഞ്ഞു, നിന്നെ കടാക്ഷിക്കണമെന്ന് വരികിൽ നിന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. നീ നടന്ന വഴികളെ കുറിച്ച് നിനക്ക് മനസ്സാന്തരം ഉണ്ടെങ്കിൽ, നീ നടന്ന വഴികൾ തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ജാതിയുമായുള്ള ബന്ധങ്ങൾ നീ ഒഴിവാക്കുന്ന വരികിൽ, ദൈവസഭ വിശ്വസ്തയോടെ നിൽക്കുന്നവരിൽ, ഒരു ദൈവ പൈതലായി ജീവിക്കുന്നവരിൽ, ദൈവം പറയുക, ഞാൻ നിന്നെ കടാക്ഷിക്കും. ഞാൻ നിന്നെ കടാക്ഷിക്കും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എത്ര പേര് പറയാൻ റെഡിയാകുന്നുണ്ട്? ദൈവസന്നിധി നിൽക്കുന്നവരോട് ഞാൻ പറയാം, ഹൃദയത്തിനകത്ത് എന്ന് പറയ ലോകത്തോട് അനുരൂപപ്പെടാതെ, ജാതികളെ പോലെ വൃദ്ധബുദ്ധി നടക്കാതെ, ദൈവത്തിന് അനുകൂലമായി ജീവിക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരുത്താതെ സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ തലമുറയെ കാക്കും. ഇന്ന് പകൽ ചില പ്രതിസന്ധി കൂടെ ഒക്കെ കടക്കേണ്ടി വന്നേക്കാം, ചില പ്രതികൂലത്തിൽ കൂടെ ഒക്കെ നീ നടക്കേണ്ടി വന്നേക്കാം. എന്നാൽ നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ കാണാം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ദൈവമേ, ഞാൻ നീതിയോടെ നടന്നു, ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നു, എന്നിട്ടും എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ വരുന്നുണ്ട്, ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് കണ്ണീരുകൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ പുറകോട്ട് പോവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുഗ്രഹത്തിലേക്ക് വന്നിട്ട് ഞാൻ പുറകോട്ട് പോവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്? യോസേഫ് പല പ്രാവശ്യം ചോദിച്ചതാണ്. പൊട്ടക്കിണറിൽ നിന്ന് മാറിയപ്പോ അടിമപ്പാളയത്തിൽ പുറമെ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് പ്രമോഷൻ കാരാഗ്രഹത്തിലേക്ക്. എന്താണ് കർത്താവേ ഇതൊക്കെ വരുന്നത്? എന്തിനും ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം പറയണം, നിന്നെ കുറിച്ച് ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. എത്ര പേര് പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്നെ കുറിച്ചുണ്ട്.
എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 41-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ഉടൻ ഫറവോൻ ആളയച്ചു. ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്ന് പകൽ നിന്റെ അരികിൽ വന്ന് ചിലർ പ്രാർത്ഥിച്ചു പോയിട്ടില്ലേ? നാളെ അതിനൊരു മറുപടി സ്വർഗം വെച്ചിട്ടുണ്ട്. ഇന്ന് അവര് മറന്നുപോയാൽ മറന്നു പോകാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉടനെ ഫറവോൻ ആളയച്ചു. അവൻ യോസേഫിനെ വിളിച്ചു, അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിറക്കി. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പ്രവചനം പറയാം. നീ ഇന്ന് പകൽക്കാലം നേരോടെ നടക്കാൻ റെഡിയാണെങ്കിൽ ഈ നാളുകളിൽ നീ ആയിരുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യോസേഫ് നീതിയോടെ നിന്നവൻ, നാളുകളോളം കുണ്ടറയിൽ കിടന്നവൻ, നാളുകളോളം കാരാഗ്രഹത്തിൽ കിടന്നവൻ, നന്മ കാണാതിരുന്നവൻ. ഇവിടെ പറയുന്നു, അവനെ രാജ്യത്തിന്റെ രാജാവ് ഫറവോൻ ആളയച്ചു. വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? അവനെ വേഗത്തിൽ കുണ്ടറയിൽ ഇറക്കി. അവൻ ഇവിടെ പറയുന്നു, അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കലേക്ക്. ഇന്ന് പകലോ നീ ഒന്ന് ആള് മാറാൻ പോവുകയാ. നീ നന്മയിൽ നിൽക്കുന്നവനാണോ? ലോകത്തോട് അനുരൂപപ്പെടാത്തവനാണോ? നന്മയിൽ തന്നെ നിൽക്കുന്നത്. പ്രതിസന്ധി വന്നപ്പോഴും കാറ്റടിച്ചപ്പോഴും ഇന്ന് പകൽക്കാലം പറയണം, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരത്തില്ലെന്ന് പറയത്തില്ല. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നൊരു നീ വിശ്വസ്തനായി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിന് എഴുതി വെച്ചോ, നിനക്കുള്ള വാതിൽ ദൈവത്തമ്പുരാൻ തുറക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. ഇന്ന് നീ നീക്കുന്ന വിശ്വസ്തതയിലാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ലോകത്തോട് അനുരൂപപ്പെടാത്തവരാണെങ്കിൽ, ജാതികളെ പോലെ വൃദ്ധബുദ്ധി നടക്കാത്തവരാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിൽ അറിയാം നിനക്ക് വേണ്ടി ദൈവം പരിചയം പലകയുമാകും. ഇന്ന് പകൽക്കാലം നീതിയോടെ നടക്കുന്നവരാണെങ്കിൽ നിനക്കൊരു നന്മയ്ക്ക് കുറവ് വരാതെ ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. പാപമെന്ന തടവറയിൽ നീ കിടക്കുന്നെങ്കിൽ ആ പാപത്തെ വിട്ടുമാറുക. ഇന്ന് പകൽ പാപം എന്ന പടവറയിൽ കിടപ്പുണ്ടെങ്കിൽ ആ പാപത്തെ ഉപേക്ഷിക്കുക. ഇതിന് ചില ബന്ധങ്ങളാണെങ്കിൽ അതിനെ അവസാനിപ്പിക്കുക. ദൈവസന്നിധി വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, നിനക്കൊരു നന്മയ്ക്കും കുറവ് വരാതെ സ്വർഗം നിന്നെ കാക്കുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പറയുന്നത്, യോസേഫിനെ അന്വേഷിച്ച് ഫറവോന്റെ സൈന്യങ്ങൾ ഇറങ്ങി വന്നു. അവനെ വേഗത്തിൽ കൊണ്ടതിന് കാര്യം മനസ്സിലായില്ല. അവൻ ഇന്ന് പകൽക്കാലം നീ പോലും പിടികെട്ടുന്നതിന് മുമ്പ് നിനക്കുള്ള വാതിൽ ദൈവം അവരെ തുറക്കാൻ പോവുക. നിനക്ക് നീ പോലും എന്താണ് നടക്കുന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയാം, ഈ ഞായറാഴ്ച പുനരുദ്ധാനത്തിന്റെ ദിവസമാണെങ്കിൽ ഇന്ന് പകല് നിന്നോട് ഞാൻ ദൂത വിളിച്ചു പറയുന്നത്, നിനക്കുള്ള വാതിൽ നാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിനക്കുള്ള വാതിൽ സ്വർഗത്തിലെ ദൈവം നിനക്കായി തുറക്കപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വാതിലാ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം. നിനക്ക് ഇന്ന് പകല് അത് ഇമെയിലാകാം, അത് സന്ദേശമാകാം, എന്തുമാകട്ടെ, വ്യക്തികളാകാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ഒരു അത്ഭുതത്തിന്റെ വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യോസേഫിന് ഒരു കാര്യം മനസ്സിലാകുന്നതിന് മുമ്പ് അവനെ കുണ്ടറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവന്റെ മുഖം ക്ഷൗരം ചെയ്യിക്കുന്നു. അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. അവനെ രാജകൊട്ടാരത്തിലേക്ക് നടക്കുമോ? സ്വർഗം പറയുന്നു, എന്റെ നീതിമാന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരൂപിച്ചിട്ടില്ല. ഇന്ന് നീതിയോടെ നിന്നവരാണോ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നവർ ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് വിളിച്ചു പറ, നിനക്കുള്ള വഴി. യോസേഫ് നടക്കുമ്പോൾ കാര്യം മനസ്സിലായില്ല. യോസേഫിനെ അറിയാം, നല്ല മിന്നുന്ന വസ്ത്രം, ഇന്ന് വരെ ധരിച്ചിട്ടില്ലാത്ത വസ്ത്രം, അപ്പന്റെ ഭവനത്തിൽ കിട്ടാത്ത വസ്ത്രം, ഇന്ന് പകലിൽ മനോഹരമായ ചപ്പൽ, അഴിയപ്പെട്ട വസ്ത്രത്തിനകത്ത് നടന്ന് ഫറവോന്റെ കൊട്ടാരത്തിന്റെ വാതിലുകൾ യോസേഫിന്റെ മുന്നിൽ തുറക്കപ്പെടുമ്പോ സ്വർഗം വിളിച്ചു പറയുന്നു, എന്റെ നീതിമാന് വേണ്ടി ഒരു നന്മയുടെ വാതിൽ ഞാൻ തുറക്കുകയില്ല. ഇന്ന് പകലിൽ വിളിച്ചു പറ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ നിൽക്കുന്നവനാണെങ്കിൽ നീ ഇന്ന് പകലിൽ വിളിച്ചു പറഞ്ഞു, നിനക്കുള്ളത് അവിടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. ഇന്ന് ദൈവസന്നിധി നീതിയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവവൈദ്യനെ ഇന്ന് വിളിച്ച് ഞാൻ പറയാം, എത്ര വലിയ കഷ്ടതകൾ വന്നാലും, എത്ര വലിയ കണ്ണുനീര് വന്നാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നത് മനുഷ്യനല്ല. നിനക്ക് വേണ്ടി തുറക്കുന്നത്, നിനക്ക് വേണ്ടി തുറക്കുന്നത് സ്വർഗമാണ്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്
സ്വർഗത്തിന്റെ വാതിലാണ് ഇന്ന് വേണ്ടി നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. സ്വർഗത്തിന്റെ പദ്ധതിയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ആമേൻ. ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആരും ചിന്തിക്കാത്ത വാതിൽ നിനക്കായി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞേ, യഹോവ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഇന്ന് പകൽക്കാലം പറയണം, എന്റെ ദൈവം എനിക്ക് പരിചയമാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയാ, ഞാൻ അബ്രഹാമേ, ഞാൻ നിനക്ക് പരിചയം ഫലകയുമാണ്. ദൈവത്തിന്റെ സന്നിധി നീതിയോടെയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് മനസ്സാന്തരത്തോടെയാണ് നടക്കുന്നത്. നാട്ടുകാരുടെ കുറ്റവും പറഞ്ഞ് ഫോണും വിളിച്ച് അതും വിളിച്ച് ഇതും വിളിച്ച് ദൈവദാസന്മാരുടെ കുറ്റവും പറഞ്ഞിട്ട് ആയുസ് പര്യന്തരം ഇരുന്ന് പോകത്തേ ഉള്ളൂ, ദ്രവിച്ചു പോകത്തേ ഉള്ളൂ. എഴുന്നേക്കണമെങ്കിൽ ചിലതിനെ ഉപേക്ഷിക്കാൻ റെഡിയാകുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നല്ല വൃക്ഷത്തിനകത്ത് മനോഹരമായി നിൽക്കുന്ന കായ്ച്ചുകൊണ്ടിരിക്കുന്ന ബലം നിൽക്കുന്ന വൃക്ഷത്തിൽ ചില ആലിന്റെ വേര് വന്ന് വീണാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വൃക്ഷം പോലും കാണത്തില്ല. ആലതിനെ പിടിച്ചു കളയും. ഇന്ന് പകലി അറിയണം, ചില വൃക്ഷത്തിനകത്ത് ചിലത് വന്ന് വീഴുന്നതിന് മുമ്പേ അതിനെ നീ കുടഞ്ഞു കളഞ്ഞോണം. കാരണം നിനക്ക് ഫലത്തിലേക്ക് വരത്തില്ല. ഇന്ന് പകൽ ദൈവാത്മാവിനകത്ത് ഞാൻ ദൂത് പറയാ, ഒരാണ്ടൂടെ ദൈവം നിന്നെ നോക്കും ഫലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ജീവിക്കുന്നു? നിന്റെ അവസ്ഥകൾ മാറ്റുവാൻ സ്വർഗം പദ്ധതിയിടുമ്പോ, സ്വർഗം നിനക്ക് വേണ്ടി നന്മയുടെ വാതിൽ തുറക്കാൻ ഇരിക്കുമ്പോ, ഇന്ന് പകൽ നീ കാരാഗ്രഹത്തിൽ കിടക്കാനല്ല ദൈവം വിളിച്ചത്. നിന്നെ ഉയർച്ച തന്നെ പ്രാപിക്കാം, നീ താഴ്ച പ്രാപിക്കത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ. എത്ര പേര് വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പലതിനെ കുറിച്ച് വ്യാകുലപ്പെട്ട് നടക്കേണ്ടവരുത്. ഇന്ന് പകൽ നിങ്ങൾ എത്ര വിചിന്തനം ചെയ്തിരിക്കും? അനുഗ്രഹത്തെ തടയപ്പെട്ടത്, ഉയർച്ചയെ തടയപ്പെട്ടത് ഞാൻ തന്നെയാണോ? ഞാൻ തന്നെയാണോ ബന്ധനസ്ഥനായി പോയത്? അമേൻ. യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ കാരാഗ്രഹത്തിനകത്തായി. ഇന്ന് സ്വയമായി നിൽക്കുന്നുവെങ്കിൽ മാറി വരണം. ഭർത്തബുദ്ധിയിൽ നടക്കല്ലേ. ലോകത്തോട് അനുരൂപപ്പെടരുത്. ലോകം കാണിക്കുന്നതെല്ലാം നിനക്ക് കാണിക്കാൻ അധികാരമില്ല. ലോകക്കാരുടെ കൂട്ടത്തിൽ കൂടി നടക്കാനല്ല ദൈവം വിളിച്ചത്. ദൈവം വിളിച്ചത് ദൈവരാജ്യത്തിന് യോഗ്യമായി നടക്കുവാനാണ്. ഇന്നത്ര വലിയ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് മാർത്തയും മറിയയെ കുറിച്ച് പറയും ഒരു വാക്ക് കിടപ്പുണ്ട്. കർത്താവോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നു. ഇന്ന് പകലോർത്തു, ദൈവത്തിന്റെ നീതി നടക്കുന്നവനാണെങ്കിൽ നീ പലതിനെ കുറിച്ചൊന്നും വിചാരപ്പെടണ്ട. എന്നാൽ 42ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളെ അപഹരിക്കത്തില്ല. ഇന്ന് പകലിൽ നല്ല അംശം തിരഞ്ഞെടുത്തവർ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നവർ, ദൈവസന്നിധി മുടക്കമില്ലാതെ നിൽക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കുറവില്ലാത്തവർ, ദൈവ പൈതലായി നടക്കുന്നവർ, ദൈവത്തിന്റെ ഹിതത്തിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആമേൻ. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് നിന്റെ ജീവിതം അവിടെ ഇവിടെ നിൽക്കും. ദൈവസന്നിധി വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. പ്രിയകെട്ടിയോ, എനിക്ക് നിങ്ങളെ മറച്ചു വെക്കാൻ പറ്റും. പക്ഷെ മറച്ചു വെക്കാൻ വരാത്ത അഗ്നിയുടെ കണ്ണുള്ള ഒരുവനെ ഞാൻ ഭയപ്പെടണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഈ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കണം. എത്ര പേര് വിശ്വാസത്തോടെ ജീവിക്കുന്നു? ഇന്ന് പകൽ പറയണം, നന്മ വരാതിരിക്കുന്നതിന്റെ കാരണം നീയാകാം. ഹല്ലേലൂയ. ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്തൂടാണ് നടക്കുന്നത്. ഒരു കാരാഗ്രഹത്തിന്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് പകലറിച്ച്. വേണ്ടാത്ത നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ അതിനെ കളയണം. വേണ്ടാത്ത നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, മറ്റൊരുവന്റെ നന്മ നീ അപഹരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് വേണ്ട. മറ്റൊരുവന്റെ ഒന്നും, മറ്റൊരുവന്റെ ഒരു നന്മയും, വേണ്ടാത്ത വഴി കൂടെ സമ്പാദിച്ചു ഒന്നും നിനക്ക് വേണ്ട. എത്ര പേരുന്ന് തയ്യാറാകുന്നുണ്ട്? അനധികൃതമായി സമ്പാദിച്ചതൊന്നും എനിക്ക് വേണ്ട.
എൻ്റെ കൂട്ടുകെട്ട്, ജാതീയരുമായുള്ള കൂട്ടുകെട്ട്, അവരെ പോലെ ഞാൻ നടക്കുമെങ്കിൽ വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഈ ഒരു സെലിബ്രിറ്റിയുടെ ഇന്റർവ്യൂവിനകത്ത് കിടക്കുന്നുണ്ട്. ലോകത്തിനകത്തെ എല്ലാ മദ്യങ്ങളും എല്ലാം പുള്ളി ഇഷ്ടംപോലെ ഉപയോഗിക്കും. ജീവിതം ഒരു രസമാണ്. ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കണ്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം, ഈ കുഞ്ഞ് വളർന്നു വരുന്ന എനിക്ക് കാണണം, ഈ കുഞ്ഞിൻ്റെ കളികളൊക്കെ എനിക്ക് കാണണം, ഇവർക്ക് വേണ്ടി എനിക്കത് ജീവിക്കണം. ഞാനതെല്ലാം ഉപേക്ഷിച്ചു. ആ കുഞ്ഞിന് വേണ്ടി നല്ലൊരു അച്ഛനായി മാറി. ഇന്ന് പകല് അതവിടെ നിൽക്കട്ടെ. ഇന്ന് നിന്റെ തലമുറയുടെ മുന്നിൽ ആമേൻ എത്ര പേര് ആ ഉറപ്പ് പറയുന്നുണ്ട്. ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടാൻ കാരണം അപ്പൻ്റെ മാമ്പഴയുടെ തോട്ടത്തിൽ അപ്പൻ ദൈവത്തെ വിളിച്ചിറക്കുന്ന കണ്ടോണ്ടാണ്. നിന്റെ തലമുറ വളർന്നു വരുന്നത് നിന്റെ പ്രാർത്ഥന ജീവിതം കണ്ടാണോ? നിന്റെ കൂട്ടുകെട്ട് കേട്ടാണോ? അതോ മേശയ്ക്ക് ചുറ്റി വരുന്ന അതും ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണോ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ നീതിമാനെന്ന് വെളിപ്പെടുത്തണം. നിന്റെ കയ്യിൽ രക്തത്തിന്റെ കറ പാടില്ല. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിനെ ഇന്ന് പകരം ദൈവസഭയോട് ഞാൻ പറയുക, നിങ്ങളുടെ റിലേഷൻ ജാതികളുടെ മധ്യത്തിൽ സാക്ഷ്യമില്ലാത്ത ജീവിതമാണെങ്കിൽ മടങ്ങി വരണം. അല്ലെങ്കിൽ നിന്റെ തലമുറയെ ഓർത്ത് നീ ഒരുപാട് നിലവിളിക്കേണ്ടി വരും. യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരവേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേ. ആ കാലത്തൂടെ പോകുന്നേ തലമുറയെ നീതിയായ മാർഗത്തിൽ നടത്തണം. തലമുറ നടക്കട്ടെ. നീ എന്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു? പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു, ദൈവസന്നിധി വരുവാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. ഏതിനാണ് നീ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഇന്ന് പകല് പറഞ്ഞു, അവൻ നിന്റെ മൂക്കിൽ ഊതിയ ശ്വാസം അവന്റെ കൃപയാല. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം മൂക്കിൽ കൂടെ നീ ശ്വാസം വിടുന്നു, അത് അവന്റെ കരുണയൊന്നു മാത്രം. ഈ ശ്വാസം ഒരു സെക്കൻഡ് നിന്നാൽ നീ ഈ ഭൂമിയിൽ നിന്റെ എല്ലാം അവസാനിക്കപ്പെടും. അതുകൊണ്ട് ജീവനുള്ളിടത്തോളം കാലം ആരാധിക്കേണ്ടവൻ ആരാധിക്കുകയും മഹത്വം കൊടുക്കുന്നവന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്നാൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു നന്മയ്ക്കും നിനക്ക് കുറവ് വരത്തില്ല. നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇറക്കേണ്ടി വരത്തില്ല. ചില കഷ്ടതയിൽ കൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകാം, ചില പ്രതിസന്ധി കൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകാം. പക്ഷെ ഞാൻ ഇന്നും വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയാം, യോസെഫിന് വേണ്ടി കരുതി വെച്ചൊരു ദൈവമാണെങ്കിൽ അവൻ തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഹൃദയം ഉറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥന. ഹല്ലേലൂയ. എല്ലാ വഴികളിൽ കൂടെ നടക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. അവൻ ദൈവം നടത്താൻ പറഞ്ഞ വഴി കൂടെ തന്നെ നടക്കണം. അവൻ ദൈവം നടക്കാൻ പറഞ്ഞ വഴി മാത്രമേ നടക്കാവുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമേ നടക്കാവുള്ളൂ. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്നൊരു പൈതൽ ദൈവത്തോട് ചേർന്ന് നടക്കണം. ആമേൻ. അതുകൊണ്ട് പറഞ്ഞ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പറയണം. ചിലപ്പോൾ ചെറുപ്പക്കാരനായി യോശുവ പറഞ്ഞതാ, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പറയണം. മോശയോട് കൂടെ ഇരുന്ന പോലെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നീ സഭകളിനകത്ത് എത്ര പേര് കണ്ണീരോടെ പറയുന്നുണ്ട്, കർത്താവേ നടന്ന വഴി തെറ്റിപ്പോയി, നടന്ന വഴി ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞത് തെറ്റിപ്പോയി, അല്ല എന്റെ ശരീരം കൊണ്ട് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് തെറ്റിപ്പോയി, കൂട്ടുകെട്ടുകൾ തെറ്റിപ്പോയി. ഇന്ന് കർത്താവേ ഇനിമേലെ ഞാൻ ആ വഴിയിലേക്ക് നടക്കത്തില്ല. ഇന്നലെ വരെ ഞാൻ മദ്യപിച്ചായിരിക്കും, ഇനി ഞാൻ മദ്യപാനത്തിന് നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആ വഴി നടക്കത്തില്ല. ഇന്നലെ വരെ ഞാൻ മുറുക്കാൻ തൂക്കി നടന്നവരുടെ കൂടെ തരുന്നു, ജാതികളെ പോലെ നടന്നാൽ ഞാൻ ഇനി അത് വേണ്ട. എന്റെ കർത്താവ് എന്റെ കൂട്ടുകെട്ടുകളിൽ ഞാൻ മാറുക. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചത് വിശുദ്ധനാ. പൊരുതിലുള്ള ദൈവസഭയെ നോക്കി പൗലോസ് വിശുദ്ധനാ. ഇന്ന് കർത്താവ് എന്റെ വിശുദ്ധന്മാരുടെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാക്ഷ്യമുള്ളവനായി ഇന്ന് പകൽക്കാലം അമ്മ ഇതിന്റെ കൂടെ നിൽക്കുന്ന 10 പേര് ജാതീയരാണെങ്കിൽ അവരുടെ മധ്യത്തിനകത്ത് വിളിച്ചു പറയണം. ആമേൻ. ഇന്ന് വിളിച്ചു പറയണം, അവന്റെ സാക്ഷ്യം വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ വിളിച്ചാൽ പലരും എന്നോട് ചോദിക്കുന്നത്, നിങ്ങളെ എങ്ങനെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തത്? നിങ്ങളെങ്ങനെ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നത്? നിങ്ങളെങ്ങനെ ഇങ്ങനെ വരുവാൻ കാരണമായി തീർന്നത് എന്ന് ചോദിക്കുന്ന അനേകരുണ്ട്. ഇന്ന് പകൽക്കാലം പറയാം, ലോകത്തിൽ നടന്നപ്പോ ആമേ ലോകത്തിൽ കൂടെ നടന്നപ്പോ എന്റെ കുഞ്ഞിനെ എപ്പോഴും കെട്ടിപ്പിടിച്ചല്ലോ, ചാച്ച പുകവലിക്കല്ലേ ആമേ എന്ന് പറയുമായിരുന്നു. പക്ഷെ അവളോടുള്ള പ്രിയം കൊണ്ടാണ് ആദ്യം അതിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടത്. എന്നാൽ പിന്നീടുള്ള ജീവിതങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ടത്.
കർത്താവിനുള്ള സ്നേഹം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവസന്നിധി നീ വിശ്വസ്തനാണെങ്കിൽ നീ നമ്മ എഴുതി വെച്ചു, നിന്റെ ഗ്രാഫ് മേലോട്ടാ, നിന്റെ തലമുറ അനുഗ്രഹത്തിലേക്ക്, നിനക്കുള്ള വഴി സ്വർഗത്തിലെത്തുന്നവർക്ക് എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വത്രം ചെയ്യുക. മഹത്വമേറിയ ദൈവ സാന്നിധ്യത്തിനകത്താണ് നിൽക്കുന്നത്. അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നിന്റെ സർട്ടിഫിക്കറ്റുകൾ നിന്നെ ഒരിക്കലും ഒരിടത്തും എത്തിക്കത്തില്ല. സ്വർഗം നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കും. ഹല്ലേലൂയ. യോസഫിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചില്ല കേട്ടോ, യോസഫിന്റെ ദാവീദിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചില്ല. ഒന്നേ അറിയത്തുള്ളൂ, അവരെ രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്തു. അവൻ ഇന്ന് പകൽക്കാലം യേശുവിനെ നോക്കിക്കോളും. യേശു PhD എടുത്തെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ തച്ചനായിരുന്ന യോസഫിന്റെ മറിയയുടെ മകനെന്ന